ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചക്കത്തെ ലഞ്ചൊക്കെയാണ് കേട്ടോ ഇന്ന് വീഡിയോയിൽ കാണാനുള്ളത്. ഞങ്ങൾ ചെറിയൊരു കൊച്ചു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇന്ന് പാലപ്പമാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. പാലപ്പും പിന്നെ ഗ്രേവിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെ കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഞാനും എൻ്റെ മോളാണ് കേട്ടോ കിച്ചണിലൊക്കെ ഉണ്ടാവില്ല. അപ്പം അങ്ങനെ അപ്പമൊക്കെ റെഡിയായി കേട്ടോ. ഗ്രേവിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിക്കൻ പൊരിച്ച് അങ്ങനെ അപ്പത്തേക്ക് ഗ്രേവിയും കാര്യങ്ങളൊക്കെയാണ്. ഇനി ഒക്കെ റെഡിയാക്കിയിട്ട് വേണം ആഷിമോനെ വിളിക്കാൻ പോകാൻ കേട്ടോ. അപ്പം ഇനി ഓനെ വിളിക്കട്ടെ. അതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഓനക്ക് ചായ എന്നൊക്കെ കൊടുക്കാൻ ഞാൻ വിളിക്കട്ടെ. സ്കൂൾ പോണ്ടേ? വാ വാ, നേരെ കുറേ ആയി. വാ, യൂണിഫോം ഇടണം. അന്ന് മദ്രസ ഇല്ലല്ലോ. ചെല്ലേ. പോട്ടെ. പിന്നെ മേലെ ഉണ്ട് പൂച്ചക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി കയറിട്ടോ. പിന്നെ ഓൻ്റെ യൂണിഫോമും അയൺ ചെയ്യാണ്ട്. അപ്പം മേലെയാണ് അയൺ ചെയ്യണതൊക്കെ. അപ്പം അങ്ങനെ മേലെ പോയിട്ടോ. അയൺ ചെയ്യൽ കഴിഞ്ഞിട്ട് വേണം എൻ്റെ മോളെ വിളിക്കാൻ വിചാരിച്ചാണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് ഓളെ വിളിക്കട്ടെ കേട്ടോ. മോൾ, ഏയ് നീച്ചണിയ്യ ഹലോ, ഏയ് നീച്ചണില്ലേ? ഓള് എണീക്കാതെ അപ്പുറത്തേക്ക് തിരിഞ്ഞിടുന്നു കേട്ടോ. അപ്പോൾ ഫെല്ലമോള് സ്കൂളിൽ പോയിട്ടോ. ഓള് മുറിയൊക്കെ ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയിലാക്കി ബെഡ്ഷീറ്റൊക്കെ നിർത്തിയടിച്ച് ഓള് റെഡിയാക്കി ഇട്ടോ. പാവക്കുട്ടികളൊക്കെ അവിടെ വെച്ച് കിടക്കുമ്പോൾ മാറ്റി വെക്കും കേട്ടോ പാവക്കുട്ടികളെ. എന്നിട്ട് പിന്നെ നീറ്റിൻ്റെ ശേഷം നല്ല ക്ലീനാക്കി കണ്ട് അവിടെ വെക്കും കേട്ടോ. ആഷിമോന് ലഞ്ചിന് അപ്പാണ് കേട്ടോ കൊണ്ടുപോകേണ്ടത്. ഗ്രേവിയും അപ്പവും. ഓനിങ്ങനെ എടുത്ത് നോക്കി നിൽക്കുകയാണ്. എത്ര ഇടണത് വെക്കണതൊക്കെ നോക്കി നിൽക്കും കേട്ടോ. അപ്പം അങ്ങനെ ഓനക്കുള്ളത് റെഡിയാക്കി വെക്കും. ഓൻ ചോറ് കൊണ്ടുപോകില്ല. അപ്പോൾ പിന്നെ ഫ്രൈഡ് റൈസ് കൊണ്ടുപോകും കേട്ടോ. അപ്പം അങ്ങനെ ഓനക്കുള്ള ലഞ്ചൊക്കെ റെഡിയാക്കി വെച്ചു കേട്ടോ. ഗുഡ് മോർണിംഗ് പറഞ്ഞ. ഗുഡ് മോർണിംഗ്. അപ്പം അങ്ങനെ എൻ്റെ മോള് നീച്ചു കേട്ടോ. അപ്പം എല്ലാ മോള് പോയി. ഇക്കഥ പോകുന്നു, ഓഫീസിൽ പോവുകയാണ്. പിന്നെ ആഷിമോനും പോയിട്ടോ. ആഷിമോനെ പോകണമെന്നും കാണിക്കാൻ പറ്റില്ല. അപ്പോൾ തന്നെ വണ്ടി വന്ന് ഓന് കയറിപ്പോയിട്ടോ. പിന്നെ അവരും പോയി. ഇനി ഞങ്ങളെ കിച്ചണത്തെ ഭരണമാണ്. ഇനി കണ്ടില്ലേ, ഒരു യുദ്ധം കഴിഞ്ഞ പോലെയാണ് ഇപ്പോൾ. ഇനി അതൊക്കെ ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുക്കണം. അതൊരു ടാസ്ക് തന്നെയാണ് അല്ലേ. എല്ലാ വീട്ടിലും ഇങ്ങനെ തന്നെ ആവൂലേ. ആരോടുന്ന് രസമുണ്ടാ? അപ്പോൾ ഓരോരോ പറച്ചിലും കാട്ടിലും ഇങ്ങനെ കണ്ട് കുറച്ച് നേരം അങ്ങനെ ഇതായിട്ടോ. ഇനിയിപ്പോൾ അടുക്കള ഇനി ക്ലീൻ ചെയ്യട്ടെ കേട്ടോ. ഇനി അതാണ് മെയിൻ പണി. എന്നിട്ട് വേണം ചോറും കറിയൊക്കെ ഉണ്ടാക്കാൻ, ഉച്ചക്കത്തുള്ള ഫുഡൊക്കെ ഉണ്ടാക്കണ്ടേ. അപ്പം അങ്ങനെ അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് രാവിലത്തെ ഒരു പട കഴിഞ്ഞതല്ലേ. അങ്ങനെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ കേട്ടോ. എൻ്റെ മോളവിടെ കയറിയിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അടുക്കളയിലാണെങ്കിൽ ഒറ്റയ്ക്ക് അവിടെ ഒന്നും പോയി നിൽക്കില്ല. ഇവിടെ തന്നെ എൻ്റെ അടുത്ത് ഇങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ പോയി നിൽക്കും കേട്ടോ. അങ്ങനെ ഓള് ഓരോന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ. ഹെൽപ്പും ചെയ്തു തരും കേട്ടോ. ഓള് ഉള്ളിയൊക്കെ തൊലിക്കാൻ എന്നാൽ ഉള്ളി തൊലിക്കും. അപ്പം അങ്ങനെ പാത്രം കഴുകൽ കഴിഞ്ഞ് മീനുണ്ട് കേട്ടോ. എന്താ ഒരു കഷ്ണ മീനാണ്. എന്താ പേര് എനിക്ക് വലിയ ഓർമ്മയില്ല.
പക്ഷെ ഒരു കഷ്ണമീനാണ്, എന്താ എന്താ എന്തോ ഒരു പേര്. അപ്പോൾ അങ്ങനെ അത് ഐസ് പോകാൻ വെള്ളത്തിലിട്ട് ഇനി പാത്രമൊക്കെ ഒന്ന് തുടച്ചിക്കാണ്ട് കബോർഡിലാക്കി വെക്കട്ടെ കേട്ടോ. ഇനി ആ പണിയുണ്ട്, അതൊക്കെ ഹെൽപ്പ് ചെയ്ത് തരും കേട്ടോ. പിന്നെ മോള് അതിലിങ്ങനെ അടുക്കി വെച്ച് തരും, അങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ. ഓള് കുറേ സഹായമാണ് കേട്ടോ. ഇനി ഓളിപ്പോൾ 3 വയസ്സായി പോക്ക്, ഇനിയിപ്പോൾ 4 വയസ്സ് 4.5 ആകുമ്പോഴത്തേനും ഓളെയും വേണ്ട ചേർക്കുക. അപ്പോൾ അതുവരേക്കും നമ്മളെ കൂടെ ഇങ്ങനെ ആടിപ്പാടി ഇങ്ങനെ. അപ്പം അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി കോഴിക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട് പോകാൻ നിൽക്കണ്ട. അപ്പം എൻ്റെ മോള് ബാക്കിയുള്ള പാത്രങ്ങൾ അടിയിൽ ഇങ്ങനെ വെക്കുകയാണ് കേട്ടോ. ഞാനും വെച്ചോളാം അറിഞ്ഞാണ്ട്. അപ്പോൾ ആ വെക്കൽ കഴിഞ്ഞ് ഇനി കോഴിക്ക് തീറ്റ കൊടുക്കാൻ പോകട്ടെ കേട്ടോ. ഇതെന്താ കാട്ടുന്നത്? തിന്നാൻ കൊടുക്കേ? ഇജ്ജ് കൊടുക്കോ? ആർക്കെന്നാല്. അപ്പം അങ്ങനെ ഓള് തീറ്റ കൊടുത്തോളാം ഇറങ്ങാണ്ട് കൊണ്ടുപോവാണ് കേട്ടോ. അരി ഞാൻ തന്നെ പിടിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ടേ. ആര് ആരാ കൊത്തി? അങ്ങനെ കോഴിക്ക് തീറ്റയൊക്കെ കൊടുത്തു കഴിഞ്ഞ്. അപ്പോൾ ഈ ബോക്സ് കണ്ടോ, നല്ലൊരു ചെറിയൊരു വേസ്റ്റ് ബോക്സാണ് കേട്ടോ. നമ്മൾ തിണ്ടുമ്മലൊക്കെ വെക്കാൻ പറ്റിയ ഇത്. എനിക്കിഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിയതാട്ടോ കണ്ടപ്പോൾ. ഇത് ഇപ്പോൾ കോട്ടക്കിൽ നെസ്റ്റോ വന്നിട്ടുണ്ടല്ലോ. ആ നെസ്റ്റോക്ക് പോയപ്പോൾ അവിടെ ഇങ്ങനെ കണ്ടപ്പോൾ കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു വീട്ടിലേക്ക്, കിച്ചണിക്ക് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു. ആ ഒരു ബോക്സ് വേസ്റ്റ് ബോക്സിന് വേണ്ടി പോയിരുന്നു, പക്ഷെ അത് കണ്ടപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു. അങ്ങനെ പ്രസ് ചെയ്താൽ മതി. നമുക്ക് രാത്രിയിലൊക്കെ എന്തെങ്കിലും ഫുഡിൻ്റെ വേസ്റ്റൊക്കെ അതിലിട്ടാൽ സ്മെല്ലടിക്കില്ല. രാവിലെ നമ്മൾ ഒഴിവാക്കുള്ളൂ. അപ്പോൾ ആ ഫുഡിൻ്റെ സ്മെല്ലും പുറത്തേക്ക് വരില്ല, തുറക്കുമ്പോഴേ ആ സ്മെല്ല് വരുള്ളൂ. അപ്പോൾ അതിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ നല്ലൊരു ബോക്സ് കേട്ടോ. അപ്പോൾ നെസ്റ്റോക്ക് പോയപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ വാങ്ങിയതാട്ടോ. നല്ലൊരു ഇത്, എനിക്കെല്ലാം ഇഷ്ടമായി. പിന്നെ അധികം വലിപ്പമില്ല, നമ്മളെ തിണ്ടുമ്മലൊക്കെ വെച്ചാൽ സ്പേസും ഉണ്ടാവും, എന്നാലും നല്ലൊരു ഇത്. അപ്പം അങ്ങനെ എൻ്റെ മോള് ചായ കുടിക്കുകയാണ് കേട്ടോ. മോളൊറ്റയ്ക്ക് തന്നെയാണ് ഇരുന്ന് കഴിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ വേറെ പണികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് ഓക്കെ ഞാനിങ്ങനെ വെച്ച് കൊടുത്തതാട്ടോ. ഓളെന്നെ കഴിക്കുള്ളൂ, ഒറ്റയ്ക്ക് നമ്മൾ കൊടുത്താലൊന്നും അങ്ങനെ കഴിക്കൂല. അപ്പം അങ്ങനെ മീന് തണുപ്പ് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴുകി വൃത്തിയാക്കി മസാലയൊക്കെ തേച്ച് വെക്കട്ടെ കേട്ടോ പൊരിക്കാൻ. ഇത് കറി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ തേങ്ങ അരച്ചിക്കാണ്ട് കറി വെക്കാൻ വിചാരിച്ചു. അതിൻ്റെ തലയും വാലും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ച്. അപ്പം അങ്ങനെ മസാല തേച്ച് വെച്ചു. മസാല തേക്കണതൊന്നും കാണിച്ചു തന്നിട്ടില്ല കേട്ടോ. അതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും ഒക്കെ ഇട്ടുകാണ്ട് മസാല തേച്ചാൽ കേട്ടോ, ഒന്ന് അരച്ചിക്കാണ്ട്. അപ്പം ചോറവിടെ വേവാൻ വെച്ചിരുന്നു കേട്ടോ. വേസ്റ്റ് കോഴിക്ക് കൊടുക്കാൻ വേണ്ടി തീറ്റ കൊടുക്കാൻ വേണ്ടി പോയപ്പോൾ. അപ്പം അങ്ങനെ ചോറവിടെ വെന്ത് തുടങ്ങുന്നുണ്ട്. പിന്നെ കറി ഇതായി. അപ്പം അങ്ങനെ തേങ്ങ അരച്ച് കാണുള്ള കറിയാണ് കേട്ടോ. പിന്നെ അത് താളിച്ച് കാണ്ട് ഒഴിക്കണം കറിക്ക്.
അപ്പോൾ അങ്ങനെ മീൻ കറി റെഡിയായി. ഇനി മീൻ പൊരിക്കണം. അപ്പോൾ ആ താളിച്ച ചട്ടി തന്നെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിലാണ്ട് മീൻ പൊരിക്കാനിടും ചെയ്യുക. പിന്നെ ഉപ്പേരിക്ക് മത്തൻ്റെ ഇല ഉണ്ട് കേട്ടോ, അവിടെ ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ആ മത്തൻ്റെ ഇല എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മീൻ പൊരിക്കാടാണ് കേട്ടോ. ഞാനും ഉന്നമോളും മാത്രമേ ഉള്ളൂ കേട്ടോ അവിടെ. ഇക്ക വരൂല ഭക്ഷണം കഴിക്കാൻ, അവിടെ കമ്പനിയിലുണ്ടാവും, ഫുഡൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടുന്ന് കഴിച്ചുകൊണ്ട് വൈകുന്നേരം ആവും വരണമെങ്കിൽ. അപ്പോൾ അങ്ങനെ ഞാനും ഉന്നമോളല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടാക്കുള്ള മീൻ പൊരിച്ചു. പിന്നെ ഇതാ ഇല ഉണ്ടാക്കണം, രാത്രി ഒരു ഫുഡ് കഴിക്കാണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ ഉച്ചയ്ക്ക് തന്നെ ഉണ്ടാക്കി വെച്ചാൽ പിന്നെ രാത്രി പണി ഉണ്ടാവില്ലല്ലോ. അപ്പം അങ്ങനെ മത്തൻ്റെ ഇല എടുത്തു, അതൊന്ന് താളിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഉപ്പേരിക്ക്. അപ്പം എൻ്റെ മോള് സഹായിക്കുന്നുണ്ട് കേട്ടോ. മോളിങ്ങനെ പിച്ചിങ്ങനെ ഇടുന്നുണ്ട്, നോക്കിയാൽ ഞാൻ എങ്ങനെ എടുക്കണമെന്ന് നോക്കുകയാണ് കേട്ടോ. എന്നിട്ട് അതേപോലെ ഓളും ചെയ്യണം കേട്ടോ. ഒക്കെ കണ്ട് മനസ്സിലാക്കും എല്ലാ കാര്യങ്ങളും, എങ്ങനെ ഇരുന്നൊക്കെ നോക്കിക്കാണ്ട് ഓളും ചെയ്യും കേട്ടോ. കുറേ അലക്കാണ്ട്, അപ്പം അത് വാഷിംഗ് മെഷീനിൽ ഇട്ടും കേട്ടോ. മേലെയാണ് വാഷിംഗ് മെഷീൻ, അപ്പം മേലെ കൊണ്ടുപോയിട്ടതാട്ടോ. ഇനി ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് പിന്നെ മേലെ ഇട്ടുകാണ്ട് എല്ലാം റെഡിയാക്കി സെറ്റാക്കി പോന്നാൽ ഇനി വൈകുന്നേരമോ കുളിയൊക്കെ കഴിഞ്ഞിട്ടൊക്കെ തോരയിട്ടാൽ മതിയല്ലോ. അവിടെ തന്നെയാണ് അയലും ഉണ്ട്, അപ്പോൾ അവിടെ അതുമാണ്ട് ഇട്ടാൽ മതിയല്ലോ. ഉണക്കിയതാകുമ്പോൾ പിന്നെ പെട്ടെന്ന് ഉണങ്ങും ചെയ്യുമല്ലോ. അപ്പം അങ്ങനെ മത്തൻ്റെ ഇല കഴുകി വൃത്തിയാക്കി ഇനി അത് താളിപ്പ് ചെയ്യട്ടെ കേട്ടോ. ഉപ്പേരിക്ക് അതാണ് താളിപ്പ്. അപ്പോൾ കുറച്ച് കഞ്ഞിവെള്ളം എടുത്ത് വെച്ചിരുന്നു മത്തൻ്റെ ഇല ഉണ്ടാക്കാൻ കേട്ടോ. അപ്പം കുറച്ച് കഞ്ഞിവെള്ളം ആയിക്കൊഴിച്ച് മുളക് ഇട്ട് ഉപ്പ് ഇട്ടു. ഇനി ഇല ഇട്ടുകൊണ്ട് ഒന്ന് ഇളക്കി. അധികം വേവൊന്നും ഉണ്ടാവില്ല ഇലക്കൊന്നും. അപ്പോൾ അങ്ങനെ അതും ആയി. ഇനി കുളിക്കാൻ പോകണം. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഇനി കുളിയും നിസ്കാരവും ഒക്കെ കഴിഞ്ഞ് ഇനി ചോറ് വയ്ക്കണം കേട്ടോ. ഞാനും എൻ്റെ മോളും കൂടി ഓക്ക് ഞാൻ വാരി കൊടുക്കും ചെയ്യും. അത് കഴിഞ്ഞിട്ട് എനിക്ക് വിചാരിച്ച്. അങ്ങനെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത പുതിയ വീഡിയോസിൽ കാണാം കേട്ടോ. ഓക്കെ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.